ജൈന കൂട്ടായ്മയാണ് ഈ ആടുകളെ രക്ഷിച്ചു എന്ന് പറയുന്നത്. ഇതേ ജൈൻ കമ്മ്യൂണിറ്റിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ പെൺഭ്രൂണഹത്യ നടക്കുന്നത്. അവർക്കിടയിൽ ജൈന സമാജത്തിനിടയിൽ തന്നെ അവർ തന്നെ അതിനെതിരെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അതായത് ആൺ പെൺ വ്യത്യാസം ഏറ്റവും കൂടുതലുള്ള വളരെ വളരെ ഒരു എന്താ പറയുക മോളിക്കുലാർ മൈനോറിറ്റി എന്ന് പറയാവുന്ന ഗ്രാനുലാർ മൈനോറിറ്റി എന്ന് പറയാവുന്ന ഒരു ന്യൂനപക്ഷമാണ് അവർ. അവർക്കിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെൺഭ്രൂണഹത്യ നടക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഒന്നും ഒരു പ്രശ്നമില്ല. അതായത് പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന പെൺഭ്രൂണത്തെ കൊന്നുകളയുന്ന ആളുകൾക്ക് ഈ ഇതിനോട് പ്രശ്നം വരുന്നത്, അതായത് മാംസഭക്ഷണത്തോട് പ്രശ്നം വരുന്നതിൻ്റെ കാരണം ഈ പറയുന്ന എലീറ്റിസമോ കാസ്റ്റിസമോ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനപ്പുറം അതിന് വേറെ ഒന്നുമില്ല. പക്ഷേ ഇത് തുറന്ന് പറയാൻ സ്വരാ ഭാസ്കറിനെ പോലുള്ളൊരു ആക്ടിവിസ്റ്റ് കൂടിയായ നടി വന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊന്നും ആരും തുറന്നു പറയില്ല, മിണ്ടാതിരിക്കുകയുള്ളൂ. വെജിറ്റേറിയനാണ് നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം. അങ്ങനെ പറയുന്നവരുണ്ട്, അങ്ങനെ സമ്മതിക്കുന്നവരുണ്ട്. ഇപ്പോൾ വെജിറ്റേറിയൻ നല്ലതാണോ നോൺ വെജ് മോശമാണോ എന്നുള്ള ഡിബേറ്റ് അതിൻ്റെ സയൻറ്റിഫിക് അല്ലെങ്കിൽ ഹെൽത്ത് ആസ്പെക്റ്റിലേക്കല്ല ഈ ചർച്ച പോകേണ്ടത്. ഇതിൽ ജാതിയെക്കുറിച്ചാണ് പറയേണ്ടത്. ഇന്ത്യയിലെ വെജിറ്റേറിയനിസം, ഞാൻ അതിനെപ്പറ്റിയാണ് സംഭവം. ഇന്ത്യയിലെ വെജിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ ലോകത്ത് രണ്ട് രീതിയുണ്ട്. ഇപ്പോൾ ലോകത്ത് വീഗനിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വീഗനിസവും ഇന്ത്യയിലെ വെജിറ്റേറിയനിസവും രണ്ടാന്ന് പറയാൻ കാരണം, വീഗനിസം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, അവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ അവരെ ഭക്ഷണമാക്കാതിരിക്കുക, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എന്താണ്, മൃഗങ്ങളോടുള്ള കരുണ കൊണ്ടുണ്ടായി വരുന്നൊരു വികാരമാണ്. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവർ ലെതർ വസ്ത്രങ്ങൾ ഉപയോഗിക്കില്ല, ഈവൻ ഡയറി പോലും ഉപയോഗിക്കാതെ, മീൻസ് പാലുൽപ്പന്നങ്ങൾ പോലും ഉപയോഗിക്കാതെ, അതായത് ഒരു തരത്തിൽ മൃഗങ്ങളോടുള്ള കരുണയും സ്നേഹവും കൊണ്ട് വീഗനായി മാറുന്ന ആളുകളാണ് ലോകത്ത്. അങ്ങനെ ഒരു ട്രെൻഡുണ്ട്. അത് ശരിയാണ്, കമ്പിളി ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. പക്ഷേ ഇന്ത്യയിലെ അങ്ങനെയല്ല. ഇന്ത്യയിലെ വെജിറ്റേറിയൻ സംസ്കാരം എന്ന് പറയുന്നത് വീഗനിസമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ത്യയിലെ വെജിറ്റേറിയൻ സംസ്കാരം എന്ന് പറയുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ ജാതിയാണ്. അതുകൊണ്ടാണ് ഈ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന് ഹോട്ടലുകളുടെ മുമ്പിൽ എഴുതി വയ്ക്കുന്നത് കൊണ്ടാണ്. മറ്റത് പ്യുവർ വീഗനിസം എന്ന് അവർ പറയാറില്ല. ഞങ്ങളത് പ്യുവർ വീഗനിസം അല്ല. ഇവിടെ എന്താണ്, ഇവിടെ പ്യുവർ വെജിറ്റേറിയൻ എന്ന് എഴുതി വയ്ക്കുകയും അതിൽ പാലൊഴിച്ച് ചായ കുടിക്കുകയും ഈവൻ ഓംലെറ്റ് വരെ കഴിക്കുന്ന വെജിറ്റേറിയൻസ് ഉണ്ട് ഇവിടെ ഇന്ത്യയിൽ. ഓംലെറ്റൊക്കെ ആവാം എന്ന് പറയുന്നത് എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ വെജിറ്റേറിയനാണ്, ബട്ട് ഓംലെറ്റ് കഴിക്കും എന്ന് പറയും, പാല് കുടിക്കും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്യുവർ എന്ന് ചേർക്കുന്നതോടെ ഇതൊരു തരം ജാതിയാണ്. ആ ജാതീയമായൊരു ഭക്ഷണ രീതി ഇന്ത്യയിൽ ഉയർന്നു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പഴയ കാലത്ത്, അതായത് ജാതി വളരെ ഈ ആധുനിക ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലത്ത്, ഫ്യൂഡൽ കാലത്ത് ഭക്ഷണം എന്നുള്ളത് ആരുടെയാണ്, ജാതിയിൽ ഉയർന്നവൻ്റെ പ്രിവിലേജാണ്. മണ്ണിൽ പണിയെടുക്കുന്ന ദലിതുകൾ അല്ലെങ്കിൽ പിന്നോക്കക്കാർ, അവർ പണിയെടുത്തുകൊണ്ടുവന്ന് പാട്ടത്തിന് കൊടുക്കുന്ന ജന്മിമാർ ഭൂരിഭാഗവും ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ ഭക്ഷണം ലഭിക്കുന്നത് ആർക്കാണ്, ഉയർന്ന ജാതിക്കാർക്കാണ് ലഭിക്കുക. ഒരു പണിയെടുക്കാതെ അവർക്ക് ഭക്ഷണം കിട്ടും. ഇനി മണ്ണിൽ പണിയെടുക്കുന്ന, അതായത് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ എന്താണ് കഴിക്കുക, അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു കഴിക്കാൻ കിട്ടില്ല. അവർക്ക് അളന്ന് കിട്ടുന്ന, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എടുക്കുക, മണ്ണിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലിയായിട്ട് കൊടുക്കുക നെല്ലൊക്കെയാണ് കൊടുക്കുക, തൂക്കിയാണ് കൊടുക്കുക. അതുകൊണ്ട് അവൻ്റെ പട്ടിണി മാറില്ല. ആ കിട്ടുന്നതുകൊണ്ട് പോയി അരി വെച്ചാലും അവന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ അവൻ്റെ അടുത്ത വഴി എന്താണ്, അവർ വളർന്ന മൃഗങ്ങളെ, കോഴിയാവട്ടെ ആടാവട്ടെ ഇനി പശുവോ പോത്തൊക്കെ ആവട്ടെ, അവർ വളർന്ന മൃഗങ്ങളെ അവർ ഭക്ഷിക്കുന്നു. അത് അവർ കഴിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അതൊരു ഹൈ പ്രോട്ടീനുള്ളതാണ്. മാംസഭക്ഷണം എന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീനാണ്. മീൻ പിടിക്കുന്നു, പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്നു, അത് കഴിക്കുന്നു. അവർക്ക് കടലയുണ്ട്, പയറുണ്ട്, അരിയുണ്ട്. അവർക്കപ്പോൾ ന്യൂട്രീഷൻ വളരെ കൃത്യമാണ്. അവർക്കത് ഒരു പണിയെടുക്കാതെ അവർക്കവിടെ കിട്ടുന്നുണ്ട്. ഇവർക്ക് എന്ത് ചെയ്യണം, ഒന്നുകിൽ കാട്ടിൽ പോയി വേട്ടയാടിയോ, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് മീൻ പിടിച്ചോ, അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളെ കൊന്നോ ഭക്ഷിക്കേണ്ടി വരുന്നു. അവർക്കും ഭക്ഷണം ലഭ്യമല്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം, അതായത് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽത്ത് സർവേ ഉണ്ടല്ലോ, അത് അനുസരിച്ച് ഇന്ത്യയിലെ 70% മുകളിൽ മനുഷ്യരും മാംസഭുക്കുകളാണ്, അല്ലെങ്കിൽ മിശ്രഭുക്കുകളാണ്. ഇന്ത്യയിലെ 30%, ഇപ്പോൾ ഇതിൻ്റെ അളവ് ഉയർന്നിട്ടുണ്ട്. 2004 മുതൽ 2024 20 വർഷത്തിനുള്ളിൽ 4-5% പേർ വെജിറ്റേറിയനായി മാറുന്നുണ്ട്. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ബഹുഭൂരിഭാഗം മനുഷ്യരും ഇന്ത്യയിൽ ജാതി മത ഭേദമന്യേ ബഹുഭൂരിഭാഗം മനുഷ്യരും നോൺ വെജാണ്, എല്ലാ ഭക്ഷണവും കഴിക്കുന്നവരാണ്. ഇനി വരുന്ന 30%, ആ 30%ത്തിൽ ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ 20 വർഷത്തിനുണ്ടായ മാറ്റം എന്ന് പറയുന്നത് 4-5% പേർ കൂടിയിട്ടുണ്ട്. ആ കൂടുന്നത് എവിടെയാണ്, ഈ പറയുന്ന അർബൻ മിഡിൽ ക്ലാസ്സിലാണ്. അർബൻ മിഡിൽ ക്ലാസ്സിൽ മുമ്പുണ്ടായിരുന്ന മാംസഭക്ഷണ ശീലം ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ, ഞാൻ വീഗൻ എന്ന് ഉപയോഗിക്കില്ല വാക്ക്, വെജിറ്റേറിയൻ ആവുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന പോസ്റ്റ് ബാബരി കാലഘട്ടത്തിലുണ്ടാകുന്ന, അത് ഈ എല്ലായിടത്തും അല്ല ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും നമ്മുടെ ഈ ഗുജറാത്ത്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ, ആ സംസ്ഥാനങ്ങളിലാണ് ഈ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ചില ആളുകൾ വെജിറ്റേറിയൻ ആവുന്നത്. അതിൻ്റെ കാരണവും ഈ ജാതി തന്നെയാണ്.